എല്ലാ 21 ഡേയ്സിലും പീരിയഡ്സ് വരുന്നത് റെഗുലറാണോ? അല്ലെങ്കില് 35 ഡേയ്സ് കൂടുമ്പോ പീരിയഡ്സ് വരുന്നത് റെഗുലറാണോ? 2 റെഗുലറാണ്. അതായത് 28 ഓർ 30 ഡേയ്സ് സൈക്കിൾസ് മാത്രമല്ല റെഗുലർ സൈക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും എവറി 21 ഡേയ്സ് ഓർ 35 ഡേയ്സിൽ പീരിയഡ്സ് വരുന്നത് റെഗുലറാണ്. ഓർ ഇപ്പോൾ പുതിയതായിട്ട് ജസ്റ്റ് പീരിയഡ്സ് വന്നു തുടങ്ങിയ ഒരു കുഞ്ഞ്, ഇപ്പോൾ ഒരു 14 ഇയേഴ്സിൽ വന്ന കുഞ്ഞിന് ഒരു 15 ഇയേഴ്സ് വരെ ചിലപ്പോൾ 3 മന്ത്സ് കൂടുമ്പോഴോ 4 മന്ത്സ് കൂടുമ്പോഴൊക്കെ ആയിരിക്കും. അത് നമുക്ക് കംപ്ലീറ്റ്ലി എറാറ്റിക് ആയിരിക്കും. വർക്ക്ഡ് പോകേണ്ട കാര്യമില്ല. അടുത്തൊരു 3 ഇയേഴ്സ് വരെ ഈവൻ 45 ഡേയ്സ് വരെ പോവാം. ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. പക്ഷേ റെഗുലറായിട്ട് സൈക്കിൾസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇപ്പം ഒരു സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്യൂ ഡേയ്സ് മാറുന്നതും വർക്ക്ഡ് അപ്പ് ആവണ്ട. ഓഫ് കോഴ്സ് പ്രഗ്നൻസി റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വർക്ക്ഡ് അപ്പ് ആവേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കൊരു ലാസ്റ്റ് ഫ്യൂ സൈക്കിൾസ് ആയിട്ട് കുറച്ച് ഇറെഗുലർ ആവുകയാണെങ്കിൽ നമുക്ക് എന്താണ് റീസൺ എന്നൊന്ന് നോക്കണം. ഇനി റീസൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് ആവാം. ഫോർ എക്സാമ്പിൾ തൈറോയ്ഡ് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ്റെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ആവാം, അല്ലെങ്കിൽ ഈവൻ PCOD ആവാം. ജസ്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി വെയിറ്റ് കൂടിയതോ വെയിറ്റ് കുറഞ്ഞതോ, അല്ലെങ്കിൽ ഈവൻ എക്സാമിൻ്റെ സ്ട്രെസ്സ് പോലും ഇങ്ങനെ ഉണ്ടാക്കാം. റൈറ്റ്. പക്ഷേ എന്തെങ്കിലും ഐഡൻറ്റിഫയബിൾ റീസൺ ഉണ്ടോ എന്ന് നോക്കണം. പലപ്പോഴും കറക്റ്റബിൾ ഫാക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റാറുണ്ട്.